അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയമുള്ള ശ്രോതാക്കളെ, നമുക്കിന്ന് കഴിഞ്ഞ വീഡിയോയുടെ തുടർച്ചയായിട്ട്, അതായത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പരിഷ്കരിച്ച പാഠപുസ്തകങ്ങൾ, ഇതാണ് നാം പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. മദ്രസ പാഠപുസ്തകങ്ങൾ. അതിൽ 1ാം ക്ലാസ്സിലെ തഫ്ഹീം എന്ന പുസ്തകമാണ് നാം പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ നാം ഇതിനു മുമ്പ് ചെയ്തു. ഇത് 2ാമത്തെ വീഡിയോ ആണ്. ആ വീഡിയോയിൽ നാം ആദ്യത്തെ 3 ഭാഗങ്ങൾ, 3 പാഠങ്ങൾ പറഞ്ഞു. ഇനി 4ാമത്തെ പാഠം മുതലാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്, പരിചയപ്പെടുത്താൻ പോകുന്നത്. പേജ് നമ്പർ 17ാം പേജ്, പാഠം 4. ഈ പാഠത്തിൽ ഒരു വീടിന്റെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. കണ്ടില്ലേ? ഒരു വീടിന്റെ ചിത്രം, സുന്ദരമായൊരു വീടാണ്, വീടിന്റെ ചിത്രമാണ്. വീടിന് അറബിയിൽ പറയുക ബൈത്തുൻ എന്നാണ്. അങ്ങനെയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്, ബൈത്തുൻ. ബൈത്തുൻ എന്ന് പറഞ്ഞാൽ വീട്. അപ്പോ ഇവിടെ ബ എന്ന് കുട്ടിയെ പഠിപ്പിക്കലാണ് അതിന്റെ ഉദ്ദേശം. ചുവന്ന അക്ഷരം കണ്ടില്ലേ? ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ചുവന്ന അക്ഷരം മാത്രം പഠിച്ചാൽ മതി കുട്ടി. അപ്പൊ ബ എന്ന് പഠിപ്പിക്കലാണ് നമ്മുടെ ഉദ്ദേശം. അതുകൊണ്ട് ബൈത്തുൻ എന്ന് കൊടുത്തിരിക്കുന്നു. ബൈത്ത് എന്ന് പറഞ്ഞാൽ വീട്. അതിന് താഴെ കാണുന്നത് കുട്ടിയെ എന്ത് ചെയ്യണം? കളർ ചെയ്യിപ്പിക്കാനുള്ളതാണ്. കളർ പെൻസിൽ കൊണ്ട് കളർ ചെയ്യിപ്പിക്കുക, ബ ബി ബു എന്നുള്ളത്. പിന്നെ 18ാമത്തെ പേജിൽ കാണുന്നത് ആദ്യമായിട്ട് അവിടെയും നമുക്ക് എന്ത് ചെയ്യാനാണ്? കുട്ടിയെ കൊണ്ട് വരപ്പിക്കാനാണ്. ആ കുത്തുകളൊക്കെ യോജിപ്പിക്കുക. പിന്നെ ബിൻതുൻ ബുർഷുൻ ഉബ് എന്ന് കൊടുത്തിട്ടുണ്ട്. അത് കുട്ടിയെ കൊണ്ട് എന്ത് ചെയ്യുക? വായിപ്പിക്കുക. പക്ഷെ അവിടെ കുട്ടി എന്ത് പഠിച്ചാൽ മതി? ബി ബു ബ് എന്നുള്ള ആ അക്ഷരം പഠിച്ചാൽ മതി. അതിന് താഴെ ബദുറുൻ, ബുർദുൻ, ബബുറുൻ, ബിദുൻ എന്ന് കൊടുത്തിട്ടുണ്ട്. അവിടെയും ബ കുട്ടിയെ കൊണ്ട് കുട്ടിക്ക് ശരിക്കും അറിയണം ഏതാണ് ബ എന്നുള്ളത്. മനസ്സിലായില്ലേ? ഓക്കെ. അതിനുശേഷം പിന്നെ 19ാമത്തെ പേജിൽ ബ ബി ബു ഉബ് ബ, അത് കുട്ടിയെ കൊണ്ട് വായിപ്പിക്കണം. അല്ലെങ്കിൽ കുട്ടിക്ക് വായിക്കാൻ അറിയണം. ബ ബി ബു ഉബ് ബ. പിന്നെ അതിന് താഴെ കാണുന്നത് ഒരു കള്ളിയാണ്. ആ കള്ളിയുടെ മുകളിൽ ബ ബി ബു എന്ന് എഴുതിയിട്ടുണ്ട്. അത് എന്ത് ചെയ്യണം? കുട്ടി വായിക്കും വേണം, അത് താഴേക്ക് എടുത്ത് എഴുതുകയും വേണം. താഴെ ഒഴിഞ്ഞ കള്ളിയിലേക്ക് അത് എടുത്ത് എഴുതണം കുട്ടി. അതിന് രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക. പിന്നെ ഒരു പദ്യമാണ് കൊടുത്തിരിക്കുന്നത്. ബ ഉൻ ബ, ബ ഉൻ ബ, ബ ഉൻ ബി, ബ ഉൻ ബി, ബ ഉൻ ബു, ബ ഉൻ ബു, ബദുറുൻ ബ ബിദുൻ ബി, ബൈത്തുൻ ബ ബ ബ, ബിൻതുൻ ബി ബി ബി, ബുർദുൻ ബു 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 ബു, ബുർഷുൻ ബു ബ ബി ബു. അങ്ങനെ ഒരു പദ്ധതിയിൽ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അങ്ങനെ പാടിക്കൊടുക്കാം. പിന്നെ അതിൻ്റെ പുറത്ത് കാണുന്നത് ഒരു സ്കാനിങ് ആണ്. സ്കാൻ ചെയ്ത് നോക്കുക, എന്താ കിട്ടുന്നത് നോക്കാം. അത് കഴിഞ്ഞ് പിന്നെ 20ാമത്തെ പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ കുറേ വാക്കുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. മനസ്സിലായോ? എന്തൊക്കെ വാക്ക്? ബഹദുൻ, ബിത്തീഖുൻ, ബുൽബുലുൻ, ഷിബുറുൻ, തുബ്. ഇതെന്ത് ചെയ്യണം? അത് കുട്ടി അതിലുള്ള പിന്നെ ബാഇനെ പിന്നെ എന്ത് ചെയ്യണം? ഈ കള്ളിയിലേക്ക് എഴുതണം. ആ പദം, ആ വാക്കുകൾ മുഴുവൻ എഴുതേണ്ടതില്ല. അതിൽ ബ ബി ബു ബ്, ബ ഇത്ര മാത്രം എഴുതിയാൽ മതി. കുട്ടി കൊണ്ട് എഴുതിപ്പിക്കുക ബ ബി ബു ബ് ബ. അല്ലാതെ മൊത്തം ആ പദം ബഹദുൻ ബിത്തീഹുൻ അന്ന് ഫുള്ളായിട്ട് എഴുതണം എന്നില്ല. മനസ്സിലായില്ലേ? നെത്തു ബ എന്നാണ് മോൾ പറഞ്ഞിരിക്കുന്നത്. ബ എഴുതിപ്പിക്കുക, ബ ബി ബുബ്. പിന്നെ 21ാമത്തെ പേജിലേക്ക് കടന്നു കഴിഞ്ഞാൽ എന്താണ്? ആ ഇലയില് ബിൻതുൻ, ഉദിബുൻ, ബുർദുൻ എന്നിങ്ങനെ കൊടുത്തിരിക്കുന്നു. അതെന്ത് ചെയ്യണം? അതിന് താഴെ കണ്ടില്ലേ, വിട്ടുപോയിട്ടുണ്ട് ഒരു അക്ഷരം. ഓരോ അക്ഷരം ആ 3 കള്ളിയിലും വിട്ടുപോയിട്ടുണ്ട്. ആ വിട്ടുപോയ അക്ഷരം ഏതാണെന്ന് കുട്ടിയോട് ചോദിക്കുകയും അത് കുട്ടി എന്ത് ചെയ്യും വേണം? അവിടെ എഴുതി കൊടുക്കുകയും ചെയ്യണം. അത്രേ ഉള്ളൂ. പിന്നെ 22ാമത്തെ പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ
അ ഇ ഉ ബ ബി ബു. മനസ്സിലായില്ലേ? ഇതെന്ത് ചെയ്യുക? ഈ കള്ളികളിലേക്ക് എടുത്തെഴുതുക. ആറ് അക്ഷരമാണല്ലോ മുകളിൽ കൊടുത്തിരിക്കുന്നത്. അതിന് 6 കള്ളിയുമുണ്ട്. അപ്പൊ ആ 6 അക്ഷരം 6 കള്ളികളിലേക്കായിട്ട് കുട്ടി എടുത്ത് എഴുതണം. അത്രയേ ഉള്ളൂ. പിന്നെ താഴെ കാണുന്നത് ഫത്തഹ് കസ്ർ വമ്മ് സുക്കൂനൊക്കെ എഴുതാനാണ്. അത് കുട്ടി ഒന്നുകൂടി പഠിപ്പിക്കുക. ഫത്തഹ് കസ്ർ വമ്മ് സുക്കൂൻ എന്നുള്ളത് പഠിപ്പിക്കുക. പിന്നെ അത് കഴിഞ്ഞു. പിന്നെ അടുത്ത 5-ാമത്തെ പാഠം. 5-ാമത്തെ പാഠത്തിൽ എന്താണ്? ഒരു ഗേറ്റ് ആണ് കാണുന്നത്. ഗേറ്റ് കണ്ടില്ലേ? ഒരു ഗേറ്റിന്റെ ചിത്രമാണ് കാണുന്നത്. ദർബുൻ എന്നാണ് ഗേറ്റിന് അറബി പറയുക. ദർബുൻ ദ. അപ്പൊ ഇവിടെ ദ എന്ന് പഠിപ്പിക്കലാണ് നമ്മുടെ ഉദ്ദേശം. അതിന് താഴെ കാണുന്നത് കുട്ടിയെ കൊണ്ട് കളർ ചെയ്യിപ്പിക്കാനാണ്. കളർ പെൻസിലെടുത്ത് കളർ ചെയ്യിപ്പിക്കുക. അതിനുശേഷം കാണുന്ന 24-ാമത്തെ പേജിൽ ആദ്യം കാണുന്നത് കളർ വരക്കാൻ തന്നെയാണ്. പെൻസിൽ കൊണ്ട് വരക്കുക. ആ കുത്തുകൾ യോജിപ്പിക്കുക. പിന്നെ കുറച്ച് വാക്ക് കൊടുത്തിട്ടുണ്ട്. ദിഫുലുൻ, ദുററുൻ, അബദുൻ. അവിടെ എന്ത് ചെയ്താൽ മതി? ദി ദു ദുൻ എന്ന് മാത്രം കുട്ടി പഠിച്ചാൽ മതി. അതാണ് പ്രത്യേകം അവിടെ കൊടുത്തിരിക്കുന്നത്. കണ്ടില്ലേ? അത് മാത്രം കുട്ടി പഠിച്ചാൽ മതി. ദി ദു ദുൻ. പിന്നെ കുറെ എന്ത് ചെയ്തിട്ടുണ്ട്? കുറെ വാക്കുകൾ കൊടുത്തിട്ടുണ്ട് അല്ലേ? ദൽവുൻ, ബദലുൻ, ദിററുൻ, ഉദിബ, ബുദുനുൻ, ബദവുൻ, ദുവലുൻ, ബിദുലുൻ. അവിടെയൊക്കെ എന്ത് ചെയ്താൽ മതി? ആ ചുവന്ന അക്ഷരം കുട്ടിക്ക് ശരിക്ക് മനസ്സിലായാൽ മതി. അത്രേ ഉള്ളൂ. പിന്നെ നക്ര വായിക്ക. ബ ബി ബു ഉബ് ബു ബുൻ. ദാല് ദാ ദി ദു ദുൻ. അത്ര പഠിച്ചാൽ മതി കുട്ടിക്ക് അവിടെ. ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഒറ്റ ദിവസം കൊണ്ട് പഠിപ്പിക്കില്ല. ഒരു ദിവസം അര പേജ് അല്ലെങ്കിൽ കാ പേജ് ഒക്കെയാണ് കുട്ടിയെ പഠിപ്പിക്കേണ്ടത്. അല്ല മൊത്തം പുസ്തകം മാത്രം ഒരു ദിവസം പഠിപ്പിക്കല്ല കേട്ടോ. അപ്പോൾ അതങ്ങനെ ഒരു പേജ് അല്ലെങ്കിൽ കാ പേജ് ഒക്കെ കുട്ടിയെ പഠിപ്പിക്കുക. പിന്നെ നക്ര വനക്തുബ്. ദാല് അദബുൻ, ബദ, ദഅബ, ഉദ്. അതെന്ത് ചെയ്യുക? വായിക്കുക, താഴേക്ക് എടുത്ത് എഴുതുക. പിന്നെ ദാലുൻ, ദറബുൻ, ദൽവുൻ, ദ, ദീക്കുൻ, ദിററുൻ, ദിഫ്ലുൻ, ദി, ദൂതുൻ. ഇതിൽ ഒരു പദ്യമായിട്ട് നിങ്ങൾക്ക് പാടാൻ കഴിയുമെങ്കിൽ പദ്യമായിട്ട് കുട്ടിക്ക് പാടി കൊടുക്കുക. ദൂതുൻ, ദുററുൻ, ദുവലുൻ, ദു, ഇസ്മി ദാലുൻ, ഹർഫുദ്ദാൽ. അത് അവനാന്റെ. പിന്നെ അവിടെ അപ്പുറത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു സ്കാൻ കാണുന്നുണ്ട്. ആ സ്കാൻ ചെയ്ത് കൊടുക്കുക. പിന്നെ 26-ാമത്തെ പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ നംല മുറബ്ബ അൽ കലിമാത്ത് ബിലൗൻ സൂറ. അതെ, എന്ത് ചെയ്യുക? ഇതിവിടെ കളർ കൊടുക്കുക. ഇബ്നുൻ, ഉറബുൻ, ഇബറുൻ, ബൈത്തുൻ, അദബുൻ. അവിടെ എന്ത് ചെയ്താൽ കളർ കൊടുത്താൽ മതി. പിന്നെ ഫത്തഹ് കസ്ർ വമ്മ് സുക്കൂന് തൻവീന്. ഇത് കുട്ടി ഒന്നുകൂടി പഠിപ്പിക്കുക. പിന്നെ 6-ാമത്തെ പാഠത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ 27-ാമത്തെ പേജ് 6-ാമത്തെ പാഠത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ കാരക്കയുടെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. കാരക്ക കണ്ടില്ലേ? കാരക്ക. തമ്ര എന്നാണ് കാരക്കൊക്കെ പറയുക. അപ്പൊ ഇവിടെ നമ്മുടെ ഉദ്ദേശം ത എന്ന് കുട്ടിയെ പഠിപ്പിക്കലാണ്. ത, തീ, തു. അത് പഠിപ്പിക്കലാണ്. മനസ്സിലായോ? എന്നിട്ട് അങ്ങനെ അത് പേജ് പറിച്ച് 28-ാമത്തെ പേജിൽ ത, തീ, ത, ത. അത് എന്ത് ചെയ്യുക? ആ കുത്തിട്ടത് യോജിപ്പിക്കുക. പിന്നെ താഴെ തിബുറുൻ, തുർസുൻ, ഇത്തുബുൻ എന്ന് കൊടുത്തിട്ടുണ്ട്. അവിടെയും തീ, തൂ, ത എന്ന് കുട്ടി പ്രത്യേകമായിട്ട് പഠിച്ചാൽ മതി. പിന്നെ കുറെ വാക്ക് കൊടുത്തിട്ടുണ്ട് താഴെ. തൈസുൻ, തുർബുൻ, അബ്തർ, തുഫുൽ, തിൽ, തിറം, ബത്തിൽ, തത്ർ, തത്ർ, തത്റുൻ. അവിടെയും ആ ചുവന്ന അക്ഷരം മാത്രം കുട്ടിക്ക് വായിക്കാൻ കിട്ടിയാൽ മതി കേട്ടോ. പിന്നെ അതിനുശേഷം 29-ാമത്തെ പേജിൽ എന്താണ്? നസിൽ. നമ്മൾ ചേർക്കുക. എന്താണ് ചേർക്കേണ്ടത്? അതെ, ഇവിടെ താഴെ 4 കുട്ടികൾ കാണുന്നുണ്ട് അല്ലേ? ആ 4 കുട്ടികളുടെ ശരീരത്തിലും അല്ലെങ്കിൽ ഷർട്ടും വരെ ഓരോ വാക്ക് എഴുതിയിട്ടുണ്ട്. മനസ്സിലായോ? ഉറബുൻ, ബൈത്തുൻ, ദർബുൻ, തമ്രൻ. ഇവിടെ തമ്ര എന്ന വാക്ക് ഏതിനോടാണ് യോജിക്കുക? അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ? ഇനി ദർബുൻ എന്ന വാക്ക് ഏതിനോടാ എങ്ങോട്ടാ യോജിക്കുക എന്ന് കുട്ടിയോട് ചോദിക്കുക. തമ്ര അവിടെ കൊടുത്തിട്ടുണ്ട്. ദർബുൻ എന്ന വാക്ക് ഏതിനോട് യോജിക്കും? കുട്ടിയോട് ചോദിക്കുക. എന്നിട്ട് കുട്ടിയോട് അങ്ങനെ വരയ്ക്കാൻ പറയുക ഒരു പെൻസിൽ എടുത്തിട്ട്. ബൈത്തുൻ ഏതിനോടാ യോജിക്കുക? ഉറബുൻ ഏതിനോടാ യോജിക്കുക? യോജിപ്പിക്കാൻ പറയുക കുട്ടിനോട്.
മനസ്സിലായോ? പിന്നെ നുൻഷിദ് നമുക്ക് എന്ത് ചെയ്യാം? അത് പദ്യമാണ്. തമ്രുൻ താ തിൽമുൻ തി തുഫുലുൻ തു താ തീ തു ബത്തുലുൻ ബത്സ് തത്തുറുൻ തത്സ് യുത്തുമുൻ യുത്സ് താ തീ തു. ഇത് കഴിഞ്ഞാൽ പിന്നെ സ്കാൻ ചെയ്യാനാണ്, പിന്നെ വായിക്കാനാണ്. ദാ ദി ദു ഉബ് ഉത് ബത് ബുൻ തുൻ ദുൻ. ഇത് വായിക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ 30-ാമത്തെ പേജിൽ നംല ഉൽ ഫറാ ബിത്തായിൽ മുനാസബ, അവിടെ വിട്ടുപോയ അക്ഷരം പൂരിപ്പിക്കുക. ഓരോ അക്ഷരം അവിടെ ആ 4 കള്ളികളിലും വിട്ടുപോയിട്ടുണ്ട്. അത് ഏതാച്ചെങ്കിൽ അത് പൂരിപ്പിച്ചു കൊടുക്കുക. മനസ്സിലായോ? അതിൽ താഴെയും ഉണ്ട്. അവിടെ താഴെയും വിട്ടുപോയിട്ടുണ്ട്. ആ 4 മാത്രമല്ല, താഴെയും കുറെ കാണുന്നുണ്ട് അല്ലേ? അവിടെയൊക്കെ ഓരോ അക്ഷരങ്ങൾ വിട്ടുപോയിട്ടുണ്ട്. അത് ഏതാണെന്ന് വെച്ചെങ്കിൽ അതൊക്കെ ചേർക്കാനാണ്. അവിടെ 1, 2, 3, 4 ഭാഗങ്ങളുണ്ട് അല്ലേ? ഓരോ ഭാഗത്തും 4 കള്ളികളുണ്ട്. ആദ്യം ഇലയുടെ ഫോട്ടോ ആണ്, പിന്നെ കാറാണ്, പിന്നെ റൗണ്ടാണ്, പിന്നെ അങ്ങനെ മുറബ ചതുരാണ്. അതിലൊക്കെ വിട്ടുപോയ അക്ഷരങ്ങൾ പൂരിപ്പിക്കാനാണ്. അത് കുട്ടിയെ കൊണ്ട് പൂരിപ്പിക്കുക. പിന്നെ ഫത്തഹ് കസ്റുൽ പിന്നെ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയും ഭാഗമാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. ഇൻഷാ അല്ലാഹ് ഇതിന്റെ ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.